നമ്മളങ്ങനെ നമ്മുടെ 30 ഡേയ്സ് സ്വിഗ്ഗി ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഏകദേശം ഏപ്രിൽ 14 തുടങ്ങി ചലഞ്ച് മെയ് 25 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഏകദേശം 1 മന്തോളമായി. കാരണം ഇടയിൽ 4 ദിവസം നമ്മൾ നാട്ടിൽ പോയി, പിന്നെ കുറച്ച് ദിവസം പാർട്ട് ടൈം ഇറങ്ങി, പിന്നെ കുറച്ച് ലീവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആക്കി ഏകദേശം 1 മന്തോളമായി. അങ്ങനെ 30 ഡേയ്സിൽ ഏകദേശം 52,415 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. ബട്ട് നമ്മൾ എല്ലാ ദിവസവും 11:30 to 12 മണിക്കൂറിനിടയിലൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാണ്. സ്വിഗ്ഗി ഓടിക്കുന്നവർക്ക് അറിയാം ഈ 12 മണിക്കൂറൊക്കെ സ്വിഗ്ഗി ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥയാണ്. ഓക്കെ, ദെൻ നമ്മൾ ഈ 30 ഡേയ്സിൽ ടോട്ടൽ ഈ പെട്രോൾ എക്സ്പെൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ടോട്ടൽ എത്ര ഏൺ ചെയ്യുന്നത് വെച്ചാൽ 61,930 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. 30 ഡേയ്സിൽ 61,930 രൂപ. ഏകദേശം ഒരു ദിവസം 2K സംതിങ് ഒക്കെ നമ്മൾ ഏൺ ചെയ്ത പോലായി. അത് നമ്മുടെ പെട്രോൾ മാത്രം നമ്മൾ 30 ഡേയ്സിൽ നമ്മൾ പെട്രോൾ അടിച്ചത് ഏകദേശം 9,515 രൂപയ്ക്ക്, ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്തായി. 9,515 രൂപ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ 52,415 രൂപ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ മെയിൻ്റെനൻസ് നോക്കാം. വണ്ടിയുടെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 5,351 കിലോമീറ്റർ നമ്മൾ ബൈക്ക് ഓടിച്ചിട്ടുണ്ട് ഈ 30 ഡേയ്സിൽ. 5,351 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ ഒരു 2,600-2,700 കിലോമീറ്റർ ആകുമ്പോഴാണ് ഓയിൽ ചേഞ്ച് ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ ഒരു 2 വട്ടം ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ളതായിട്ടുണ്ട്, കിലോമീറ്ററോളായിട്ടുണ്ട്. പക്ഷേ 2 വട്ടം ഓയിൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് 800 രൂപയാണ് വരുന്നത്. 2 വട്ടം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു വട്ടം നമ്മുടെ സ്പാർക്ക് പ്ലഗ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പാർക്ക് പ്ലഗിന് ഒരു 100 രൂപ. പിന്നെ വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ കുറച്ച് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ കുറച്ച് ചിലവൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ ഒരു 50 രൂപ. പിന്നെ നമ്മുടെ 30 ഡേയ്സ് കഴിയുന്നതിന് ഒരു 4 ദിവസം മുന്നായിട്ട് വർക്ക് കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് മഴ ഉണ്ടായിരുന്നു, വണ്ടി പെട്ടെന്ന് പഞ്ചറായി. നോക്കുമ്പോൾ ട്യൂബ് മാറ്റേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ ട്യൂബും മാറ്റി. അതിനൊരു 550 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ വണ്ടിക്ക് മെയിൻ്റെനൻസ് മാത്രം ഏകദേശം 1,500 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1,500 രൂപ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് പോകുകയാണെങ്കിൽ ഏകദേശം 50,915 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും 50,000 രൂപ ഉണ്ട്. 50,915 രൂപ. ആക്ച്വലി ഈ ചാലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വണ്ടിയുടെ ബ്രേക്ക് ഷൂ മാറ്റിയിട്ട് വന്നതാണ്. ബ്രേക്ക് ഷൂ, ചെയിൻ സ്പോക്കറ്റ്, ഒരു വട്ടം ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് വന്നതാണ്. എല്ലാം ഓൾറെഡി കുറച്ച് പണിയൊക്കെ തീർത്ത് വന്നതുകൊണ്ട് വലിയ ചിലവുണ്ടായില്ല. ഇല്ലെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വന്നേനെ. ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. പിന്നെ ബ്രേക്ക് ഷൂ ഇപ്പോൾ ഓൾമോസ്റ്റ് മാറ്റാനായിക്കണു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മിക്കവാറും അതും ചേഞ്ച് ആക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇതിൽ പറയാനായിട്ടൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ആക്ച്വലി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ടിപ്പ് കിട്ടാറുണ്ട്. ആ ടിപ്പ് മാത്രം നമുക്ക് ഏകദേശം, ഞാനത് ആക്ച്വലി നോക്കിയിട്ടില്ല. നമ്മൾ പെട്രോൾ അടിക്കാനൊക്കെ യൂസ് ചെയ്ത പതിവ്. ടിപ്പ് കിട്ടുന്നില്ല. ചിലർ ഗൂഗിൾ പേ നമ്പർ മേടിച്ച് തരുന്നവരുണ്ട്. ഓൾറെഡി ക്യാഷ് ഓൺ ഡെലിവറി തരുമ്പോഴാണ് ടിപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് തരാറ്. ചിലർ ഗൂഗിൾ പേ നമ്പർ മേടിച്ച് അയച്ചു തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ടിപ്പ് മാത്രം ആൾമോസ്റ്റ് നമ്മുടെ ഒരു 1 ഡേ ഏണിങ്സ് ഒക്കെ കിട്ടിക്കാണ്. 1 ഡേ ഏണിങ്സ് നമ്മളൊരു ആവറേജ് ഒരു 1,500 ആ റേഞ്ചൊക്കെ നമുക്ക് ടിപ്പ് മാത്രം കിട്ടിക്കാണ് ഈ 30 ഡേയ്സിൽ. 100 റുപ്പീസ് ഒക്കെ ടിപ്പ് ഒരു 3-4 ഡെലിവറി കിട്ടിയിട്ടുണ്ട്. 50 റുപ്പീസ്. ലാസ്റ്റ് ഡേ 13 പോലും ഒരു പുള്ളിക്കാരൻ ഇതുപോലെ ഗൂഗിൾ പേ നമ്പർ വെച്ച് ഒരു 50 റുപ്പീസ് ജിപേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 30 ഡേയ്സ് സ്വിഗ്ഗി ചലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം 40-45 ദിവസം എടുത്തു ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ചാലഞ്ച് കൂടെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പ്ലാന്. കാരണം അത് എപ്പോൾ തുടങ്ങണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും തുടങ്ങണം. അതായത് 60 ദിവസത്തിൽ ഡെലിവറി ജോബ് ചെയ്തിട്ട് 1 lakh അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ സ്വിഗ്ഗി മാത്രമല്ല, സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഞാൻ മിക്കവാറും വലിയ പെരുന്നാൾക്ക് നാട്ടിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം ഒരു ജൂൺ 2nd വീക്ക് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ദിവസം സ്വിഗ്ഗി ഫുൾ ടൈം, സൊമാറ്റോ ഫുൾ ടൈം ഓട്ടി നോക്കണം. ലോഡ് ഷെയർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓട്ടി നോക്കണം. പോർട്ടർ ഇവിടെ അത്യാവശ്യം ഓർഡർ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നത് കൊച്ചിയിൽ. അപ്പോൾ അതൊന്ന് ഓട്ടി നോക്കണം. എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് ഏതാണോ ബെറ്റർ അത് നമുക്ക് 1 lakh ചാലഞ്ചിൽ ഓട്ടിക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, ഈ വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒന്ന് കാണിക്കണം എന്നായിരുന്നു എൻ്റെ മെയിൻ കൺസെപ്റ്റ്. വണ്ടിയുടെ മെയിൻ്റെനൻസ് ഏകദേശം 1,500 രൂപ, കൂടുതലില്ല. എന്തായാലും അടുത്ത ചാലഞ്ചായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.